അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസിൻ്റെ ബ്രദേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രാൻസിസ് അവരെല്ലാം വിളിച്ചുകൂട്ടി ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഈ 2 പേരായി ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ ഫ്രാൻസിസ് അവരോട് പറഞ്ഞു: നിങ്ങൾ പണമോ സഞ്ചിയോ ഒന്നും എടുക്കണ്ട, കർത്താവിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിക്കുക. അങ്ങനെ അവർ തയ്യാറായി. അവർ കുറേ സ്ഥലങ്ങളിൽ പോയി. കുറേ പേർ അവരെ ദൈവത്തിന് വിശുദ്ധരായി സ്വീകരിച്ചു. മറ്റു ചിലർ അവരെ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചു. പക്ഷേ ഇതിനെല്ലാം ശേഷം അവർ ഒരുമിച്ച് കൂടി ഫ്രാൻസിസിൻ്റെ അടുത്ത് വന്ന് അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ചു. അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ചത് അവർ നേടിയ വിജയത്തെക്കുറിച്ചല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അവർ സഹിച്ച ഓരോ പീഡകളും ഓരോ കഷ്ടപ്പാടുകളെയും ഓർത്ത് അവർ വളരെ സന്തോഷമായിട്ടുണ്ടായി. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഈ 2 പേരായി അയക്കുന്ന രംഗം നാം കാണുന്നു. ഫ്രാൻസിസ് വിശുദ്ധ സുവിശേഷം അപ്രകാരം തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെയും ഈശോ എങ്ങനെ അയച്ചോ അതുപോലെ തന്നെയാണ് അയക്കുന്നത്. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുള്ളത്. എന്താണെന്നല്ലേ? യഥാർത്ഥ സന്തോഷം നമ്മൾ നേടുന്ന വിജയത്തിലല്ല, മറിച്ച് നമ്മൾ യേശുവിനെ പ്രതി സ്വീകരിക്കുന്ന ഓരോ കഷ്ടപ്പാടുകളും ഓരോ ദുരാനുഭവങ്ങളെയും കുറിച്ചാണ് എന്ന് വിശുദ്ധ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.